to Dhiya's world. ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഒരു സ്വീറ്റ് ഹൽവയായിട്ടാണ്. തമിഴ്നാട്ടിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റെസിപ്പിയാണ് തിരുനെൽവേലി ഹൽവ. എൻ്റെ ഒപ്പം ഫേമസ് ആണ് തിരുനെൽവേലി ഇരുട്ടുകടൈ ഹൽവ. അവർ ആ റെസിപ്പിയിൽ യൂസ് ചെയ്ത ഇൻഗ്രീഡിയൻസും ആ ടേസ്റ്റുമാണ് അതിന് അത്രയും ഫേമസ് ആക്കിയത്. നമുക്കിന്ന് തിരുനെൽവേലി ഇരുട്ടുകടൈ ഹൽവ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും എൻ്റെ ഒപ്പം ചെറിയ പൊടിക്കുകയും കാണും. സോ വീഡിയോസ് ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. ഉറപ്പായിട്ട് യൂസ്ഫുള്ളായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്കൊന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബും ചെയ്ത് ബെൽ ഐക്കോണും പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോവാം. ഈ ഇരുട്ടുകടൈ ഹൽവ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന സൂചി ഗോതമ്പ് റവയാണ്. ഈ റവയ്ക്ക് ഓപ്ഷണലായിട്ട് വേറെ ഒന്നുമില്ല. ഈ റെസിപ്പിക്ക് ഈ റവ തന്നെ യൂസ് ചെയ്യണം. നിങ്ങൾ ഗോതമ്പ് മാവ് യൂസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ റെസിപ്പിയും രീതിയും വേറെയാണ്. അപ്പം ഈ സൂചി ഗോതമ്പ് റവ തന്നെ യൂസ് ചെയ്യണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ സൂചി ഗോതമ്പ് റവ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ മെഷർമെൻറ്റ്സിന് വേണ്ടിയിട്ട് ഞാൻ ഈ കപ്പാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഏത് കപ്പിലാണോ റവ എടുക്കുന്നത് ആ സെയിം കപ്പിൽ വേണം നമ്മൾ പഞ്ചസാര അളന്നെടുക്കാനും. അപ്പം നിങ്ങൾ ഏത് കപ്പിലാണോ യൂസ് ചെയ്യുന്നത് അതുപോലെ അളന്നെടുക്കുക. അപ്പം ഈ സൂചി ഗോതമ്പ് റവ ഞാൻ 2 കപ്പ് എടുത്തിട്ട് വെള്ളത്തിനകത്തിട്ട് 8 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ അതെടുത്തിട്ട് നല്ലോണം നമുക്ക് പിഴിഞ്ഞ് അതിൻ്റെ പാലെടുക്കണം. ഒരു 3-4 പ്രാവശ്യം അതിന് വെള്ളം ഒഴിച്ച് പാല് മാത്രം എടുത്ത് മാറ്റി വയ്ക്കാം. നമുക്ക് അവർ ഇരുട്ടുകടൈ ഹൽവയിൽ അതിൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വെള്ളമാണ്. അതാണ് ഒരു കാരണമായിരിക്കും. അപ്പോൾ അവർ യൂസ് ചെയ്ത വെള്ളം താമ്രപരണി വെള്ളമാണ്. അപ്പം ചിലപ്പോൾ അതായിരിക്കും അതിന് ടേസ്റ്റ് അത്രയും കൂടുതൽ. ഇപ്പം ഞാനിവിടെ 3 പ്രാവശ്യം ഇതിന് നല്ലോണം പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട്. ഗോതമ്പ് വേസ്റ്റാണ്, നമുക്കിത് കളഞ്ഞേക്കാം. ഇനി ഇത് റെസിപ്പിയിലോട്ട് പോവാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 3.5 കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ആദ്യമേ ഒരു പാനിനകത്ത് ഇട്ടിട്ട് അതിന് 3-4 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ടീസ്പൂണിലാണ് പറയുന്നത്. അത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇളക്കി അതൊരു ബ്രൗണിഷ് കളർ ആവുന്ന വരെ നല്ലോണം ഇളക്കി കൊടുക്കണം. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചെയ്തിട്ട് ഈ കാരമൽ സിറപ്പ് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മളെല്ലാം ചെയ്ത് കഴിയുമ്പം ഈ സിറപ്പും കൂടി അതിനകത്ത് ആഡ് ചെയ്യുമ്പം പെട്ടെന്നൊന്ന് ഇത് കാരമലൈസായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നല്ലോണം ബ്രൗണിഷ് ആയിട്ടുണ്ട്. കുറച്ചും കൂടി ബ്രൗൺ ആവട്ടെ. ഒരു 2-3 മിനിറ്റ് മതി ഇത് കറക്റ്റായിട്ട് ഒരു പരുവത്തി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് 3 മിനിറ്റ് ആയി കഴിഞ്ഞു. ഇത് നല്ലോണം ബ്രൗൺ ആയിട്ടുണ്ട്. ഇത് നമുക്കിതിനി മാറ്റി വയ്ക്കാം. ഇനി സെയിം പാന് തന്നെ എടുക്കുക. അതിനകത്ത് ബാക്കിയുള്ള 3 കപ്പ് പഞ്ചസാരയും അതിനകത്ത് ആഡ് ചെയ്യുക. അതിൽ 2 കപ്പ് വെള്ളം ഒഴിക്കുക. ഇപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം തിളയ്ക്കാൻ വിടണം. ഇത് നല്ലോണം തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് തിളച്ച് വരുമ്പം കൂടുതൽ ബ്രൗണിഷ് ആവേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മൾ കാരമൽ സിറപ്പ് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയാൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെ പറയണമെന്ന് വെച്ചാൽ നമ്മൾ ഗുലാബ് ജാമുണിന് സിറപ്പ് ചെയ്യുന്ന പോലെയായിരിക്കും അതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പം ആ ഒരു കൺസിസ്റ്റൻസി വരുമ്പോഴത്തേക്ക് നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ബ്രൗൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പാലെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിനകത്ത് എല്ലാ പാലും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ച് കാരമൽ സിറപ്പും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇപ്പം കഴിഞ്ഞു. ഇത് നമുക്കിനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിനെ തിളയ്ക്കാൻ വിടാൻ. നല്ല തിളച്ച് അത് നല്ലോണം വറ്റി നമ്മൾ ഹലുവയുടെ പരുവം വരുന്ന വരെ തിളയ്ക്കണം. അപ്പം ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം ഒരു മണിക്കൂറെങ്കിലും എടുക്കും തിളച്ച് വരാൻ. അപ്പോൾ അതുവരെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ആ ഹലുവ നമ്മൾ ഇരുട്ടുകടൈ ഹൽവ മേടിച്ച് ഒരു 100 ഗ്രാം മേടിച്ച് അതിനെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ഒരു 12 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് നോക്കുവാണെങ്കിൽ അതിൻ്റെ ലെയർ മൊത്തമായിട്ട് പുറത്തുള്ള ലെയർ മൊത്തമായിട്ട് സൈഡിലെല്ലാം നമുക്ക് ആ നെയ്യ് അവർ ഒഴിച്ച നെയ്യ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രയ്ക്ക് നെയ്യാണ് അവരതിൽ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇവിടെ നെയ്യ് ഒഴിക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുമ്പോഴത്തേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിപ്പം 1 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യാം. 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ ഇന്നത്തെ പൊടിക്കൈ നോക്കിയിട്ട് വരാം. ഇന്നത്തെ പൊടിക്കൈയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റ് തേനാണ്.
അപ്പോൾ തേൻ വെച്ചിട്ട് നമ്മൾ കുറേ ബെനിഫിറ്റ്സ് അറിയുമായിരിക്കും. സൗന്ദര്യം എങ്ങനെയാണ് വർദ്ധിപ്പിക്കാനെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ തേൻ എടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ 1 ടീസ്പൂണ് വെള്ളമോ അല്ല പാലോ എടുക്കുക. എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് വാഷ് ചെയ്ത് കളയണം. നല്ല സോഫ്റ്റ് ടെക്സ്ചറും ക്ലെൻസിങ് മിൽക്കാണ് അത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഫേസിനെ ഒന്ന് ക്ലെൻസ് ചെയ്ത് കിട്ടും. ഇനി രണ്ടാമത്തെ പൊടിക്കായി 1 ടീസ്പൂൺ തേൻ എടുക്കുക. നിങ്ങളെ സ്കിന്നിൻ്റെ ടെക്സ്ചർ എന്തുവാ അതനുസരിച്ചിട്ട് നിങ്ങളിപ്പോൾ സ്കിന്ന് നോർമൽ സ്കിന്നോ അല്ല ഓയിലി സ്കിന്നാണെങ്കിൽ 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർക്കുക. അല്ല നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ 1 ടീസ്പൂണ് ഓലിവ് ഓയിൽ ചേർക്കുക. ഓലിവ് ഓയിൽ ചേർത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ഒരു 4 മിനിറ്റ് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളത് വാഷ് ചെയ്ത് കളയാം. അപ്പോഴത്തേക്കും നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു സ്ക്രബ് റെഡിയായി. അപ്പം ഇത് നിങ്ങൾ ഫേസിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഫേസ് ഒന്ന് സോഫ്റ്റായിട്ട് കാണും. നിങ്ങൾക്ക് ഉടനെ തന്നെ ആ സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം ഈ 2 ടിപ്പും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അലുവയിലോട്ട് പോവാം. ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ അലുവ നല്ലോണം വറ്റിയിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് 75 ഗ്രാമോളം നെയ്യ് ചേർത്തിട്ടുണ്ട് ഇതിനകത്ത്. ഞാൻ ലാസ്റ്റ് ടീസ്പൂൺ ഓഫ് നെയ്യാണ് ഇതിനകത്ത് ഇപ്പം ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ആയിട്ടും ചേർക്കാം, നിങ്ങൾ ടേസ്റ്റ് അനുസരിച്ച് കുറവായിട്ടും ചേർക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അലുവ റെഡിയായി കഴിഞ്ഞു. പാനിലൊന്നും ഒട്ടാത്ത രീതിയിൽ വേണം അലുവ വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ നല്ലോണം പാന് ഒട്ടാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അലുവ റെഡിയായി. നമുക്കിതിന് സെർവിങ് ട്രേയിലോട്ട് മാറ്റാം. ഇപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള ഇരുട്ടുകട ഹൽവ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. ഇത് ഇച്ചിരി പാടുള്ള റെസിപ്പിയാണ്, പക്ഷേ ടേസ്റ്റിന് ഒട്ടും കുറവല്ല. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ചെയ്ത് ഷെയറും ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോണും പ്രസ് ചെയ്യാൻ മറക്കല്ല. ഇനി അടുത്ത വീഡിയോയിലോട്ട് നിങ്ങൾ കാണുന്നവരെ until then it's bye from Dhiya's world.